ഈ വലിയ കുപ്പിയിൽ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്തോ ചെടി കുഴിച്ചിടാൻ പോവുകയാണ്. അതിന്റെ കൂടെ കയ്യിൽ ഒരു കറിവേപ്പിന്റെ തണ്ടും കൂടെ കണ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വിചാരിക്കും കറിവേപ്പിന്റെ തണ്ടാണ് കുഴിച്ചിടണമെന്ന്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ സംഭവം. ഇതാ ഇവനെ കണ്ടോ, ഇതൊരു മുതുക്ക് പുഴുവാണ് കേട്ടോ. ഞങ്ങളെ കറിവേപ്പിന്റെ ഇല മൊത്തം തിന്ന് തീർക്കലാണ് ഇവന്റെ കൂട്ടാളികളെയും പണി. ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഹരിനന്ദന്മാരെ വീഡിയോ കണ്ടത്. ഓരോരു പുഴു ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചിട്ട് ഒരു പൂമ്പാറ്റാൻ ഉണ്ടാക്കി. നിങ്ങൾ വിചാരിച്ചതുപോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാന്ന്. അമ്മയാണ് കേട്ടോ എനിക്ക് ഈ പുഴുവിനെ കൊണ്ടു തന്നതേ. ഇങ്ങനെ ഞങ്ങൾ ആ പുഴുവിനെ കുപ്പിയിലാക്കി വെച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അത് വിരിഞ്ഞ് പൂമ്പാറ്റയായേ. ഈ പുഴു മൊത്തം കറിവേപ്പ് കഴിക്കണതും അത് പിന്നെ പ്യൂപ്പി ആവണതും മൊത്തം വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയോ, ഒരു ആവശ്യത്തിന് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല. അപ്പം ഞാൻ കണ്ട വീഡിയോസ് മൊത്തം സെലക്ട് ചെയ്താണ്ട് ഡിലീറ്റ് ആക്കും. അതിൽ ആ വീഡിയോസും ഡിലീറ്റ് ആയി പോയി എന്നാണ് തോന്നുന്നത്. എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അത് കാണാത്തത്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഞാൻ ആറ്റുനോറ്റ് വെച്ചതായിരുന്നു ഇതിൻ്റെ ഒന്ന് ഫൈനൽ ലുക്ക് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ഇത് പ്യൂപ്പ് പൊട്ടിച്ച് പുറത്തേക്ക് വരണ വീഡിയോയും കിട്ടണമെന്നുണ്ടേനി. അപ്പം ഞാൻ എപ്പോഴും നോക്കി നിൽക്കുന്നത്. എപ്പോഴോ രാത്രി വിരിഞ്ഞേ തോന്നുന്നത്. ഇന്നലെ കിടക്കാൻ പോണത് വരും വിരിഞ്ഞിട്ടില്ലേനി. അതൊക്കെ പോട്ടെ. എന്തായാലും നമ്മളെ പൂമ്പാറ്റ വേറെ വൈകല്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ പൂമ്പാറ്റേൻ്റെ കൂട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.